കൊച്ചു കൊള്ളാവല്ലോടാ. വേണ്ടളിയ, കണ്ടില്ലേ, തന്ത ഐജിയ. അയാളെ എടുത്തിട്ട് തല്ലിയെ മനസ്സിലാക്കാം. ഇത് കണ്ട ഡൂക്കിലി പോലീസുകാർ വിട്ടായിരിക്കും തല്ലിക്കുന്നത്, നമ്മളില്ലേ. പോലീസല്ല, പട്ടാളമായാലും ശരി, ഇവളെ ഞാൻ വളയ്ക്കും. വളരെ വലിയൊരു ചുമതലയാണ് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതും റിട്ടയർ ചെയ്യാൻ കഷ്ടിച്ച് 1 വർഷം മാത്രമുള്ള ഈ അവസരം. കൃത്യമായി പറഞ്ഞാൽ ഫുള്ളി 8 months. എനിക്ക് വയസ്സായി പോയെങ്കിലും ചെറുപ്പക്കാരായ നിങ്ങൾ കൂടി ഉള്ളപ്പോൾ ഐ എം ഷ്യൂർ ഓഫ് മൈ സക്സസ്. നിങ്ങളുടെ സിൻസിയറിറ്റിയും ഹാർഡ് വർക്കും എനിക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാമല്ലോ? ഓഫ് കോഴ്സ് സർ. താങ്ക് യു. അറിഞ്ഞിടത്തോളം നമ്മുടെ പ്രതിയോഗികൾ അതിസമർത്ഥന്മാരാണ്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും കൂട്ടായ ഒരു യജ്ഞം. ദാറ്റ് മീൻസ് എ ജോയിന്റ് വെഞ്ചർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. നമ്മുടെ മെയിൻ ടാർഗറ്റ്സ് വിൽ ബി അലക്സാണ്ടർ ആൻഡ് കൃഷ്ണദാസ്. ഇവരെ ഒതുക്കിയാൽ മറ്റുള്ളവർ താനെ ഒതുങ്ങിക്കൊള്ളൂ. ബട്ട് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അച്ചൂസ് സർ, ആ ഡീറ്റെയിൽസ് തരും. ഈസ് കൃഷ്ണദാസ്. ബോംബെ അണ്ടർവേൾഡിന്റെ പേടി സ്വപ്നമായിരുന്നു ഐ ജി ബാലകൃഷ്ണൻ. പല അധോലോക രാജാക്കന്മാരുടെയും അടിവേരുകൾ വരെ അയാൾ പിഴുതു കളഞ്ഞു. കൊന്നുകളയുമെന്നും തലവെട്ടി പ്രദർശനത്തിന് വെക്കുമെന്നുമൊക്കെ പലരും ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഐ ജി ബാലകൃഷ്ണനെ ഒന്ന് തൊടാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. അയാൾ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. പോരാത്തതിന് നമ്മളെ ഒതുക്കാൻ അയാളെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് മുഴുവൻ നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. നന്ദിയില്ലാത്ത ഡാഡി, കുറച്ചു നാളെങ്കിലും നമ്മുടെ ഓപ്പറേഷൻസും മറ്റും നിർത്തിവെക്കുന്നതല്ലേ ബുദ്ധി? അല്ല, കൊല്ലാൻ വരുന്ന സിംഹത്തിന്റെ മുൻപിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതല്ല ബുദ്ധി. പിന്നെ തിന്നാൻ ആരെയെങ്കിലും വിട്ടുകൊടുക്കണം. ആരെ? അലക്സാണ്ടറെ. അലക്സാണ്ടറുടെ സാധനങ്ങളാണ് പുറംകടലിൽ കിടക്കുന്ന ഗ്രീക്ക് കപ്പലിൽ നിന്നാണ് കടത്തുന്നത്. നിങ്ങൾ ആരാ? അതറിയണ്ട. Who is it? We don't know much about him, sir. His name is Alexander. But his character, his past, his motive, everything unknown, sir. സത്യത്തിൽ ഈ അലക്സാണ്ടറെ കുറിച്ച് ആർക്കും ഒന്നും വ്യക്തമായിട്ട് അറിയില്ല, സർ. ഈവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും. ബട്ട് വൺ തിങ് ഇസ് ഷുവർ, സർ. ഇവിടുത്തെ ഏത് പൊളിറ്റീഷ്യനേക്കാളും ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ള ആളാണ് ഈ അലക്സാണ്ടർ. അയാളുടെ ബിസിനസിനെ കുറിച്ചോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് അറിയില്ല, സർ. ആശുപത്രികൾ തുടങ്ങി അനാഥാലയങ്ങൾ വരെ ഇതിൽ പെടുമെന്ന് പറയുന്നു. ബട്ട് വി ഡോണ്ട് നോ. Stop it! We don't know. Then what do you know about him? Only one thing, sir. He's a different man with different moods and tastes.
ഡാഡി, അലക്സാണ്ടർ വരുന്നു. നീ അകത്തു പോ. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? സോറി മിസ്റ്റർ അലക്സാണ്ടർ. നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നുമല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ എന്നേക്കാൾ പരിചയം നിനക്ക് തന്നെയാണ്. അതെ, തെരുവിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ആ തെരുവ് തണ്ടിത്തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ വീണ്ടും എന്നെ കൊണ്ട് ആ തെണ്ടിത്തരം എടുപ്പിക്കരുത്. വരട്ടാതെ. നിന്നെ കണ്ടാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, നീ പറയുന്നതിനുള്ള ഏറാൻ മൂളുന്ന തെരുവ് തണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല കൃഷ്ണദാസ്, ഐ എം സീരിയസ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരിയസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. എനിക്കറിയാം, നീ മിടുക്കനാ, എന്തിനും പോന്നവനും. അല്ലെങ്കിൽ മലേഷ്യൻ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അത് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കടത്താൻ ആര് ധൈര്യപ്പെടും? പേടിക്കണ്ട, അതെല്ലാം നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ എത്തും. ആളും ബലവും മിടുക്കുമുള്ളവനല്ലേ നീ. അവരെ കൊണ്ട് നീ ഇതെല്ലാം നിന്റെ ഗോഡൌണിൽ നിന്ന് എത്തിക്കേ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എന്റേത്. കണ്ണുകെട്ടി കളിക്കുമ്പോ കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് കാണാം. മിസ്റ്റർ അലക്സാണ്ടർ, ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട്. നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത്. ഓക്കെ? ദിസ് ഈസ് അവർ എയർപോർട്ട്. വന്നു പോകുന്ന യാത്രക്കാരെക്കാൾ കൂടുതൽ കസ്റ്റംസ് ഓഫീസേഴ്സും സെക്യൂരിറ്റി ഗാർഡ്സുമുള്ള സ്ഥലമാണ്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വേണം. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും കസ്റ്റംസ് ഓഫീസേഴ്സിന്റെയും കണ്ടുവെട്ടിച്ച് സാധനം എങ്ങനെ പുറത്ത് കടത്താം എന്നാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഇംപോസിബിൾ. നമ്മൾ ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരുന്ന ഒരു ബാഗേജ് പോലും ചെക്കിംഗ് കഴിയാതെ പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഇതെല്ലാം തരണം ചെയ്ത് പുറത്ത് കടന്നാൽ, ലുക്ക് ഹിയർ, ദിസ് ഈസ് ദ എയർപോർട്ട് ബിൽഡിംഗ്. ബിൽഡിംഗിൽ നിന്നും മെയിൻ ഗേറ്റിലേക്കുള്ള ദൂരം ഏകദേശം 300 to 400 മീറ്റേഴ്സ് വരും. അതായത് ബിൽഡിംഗിനടുത്ത് നിന്ന് എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ കാവൽ നിൽക്കുന്ന പോലീസുകാരന് ഗേറ്റ് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഗേറ്റിലെ പോലീസുകാരന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. So everything is planned accordingly. Now you can proceed. Passengers are requested to keep their boarding cards handy and proceed to the aircraft. Passengers are requested to board the aircraft immediately. Excuse me. Please come with me. Sure.
Get your passport and luggage pass. Okay. Deepak Shah. Are you Malayali? No, not exactly. I'm a Gujarati, born and brought up in Cochin. Hmm. Gente, cargo!